ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല നിറം വെക്കാനും അതേപോലെ തന്നെ മുഖത്തെ രോമ വളർച്ചയെല്ലാം ഇല്ലാണ്ടാക്കാനും വേണ്ടിയിട്ട് നിറം വെക്കാൻ സഹായിക്കുന്നതുമായ ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്തെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. കറികളിൽ ഇടുന്ന പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് നിങ്ങൾക്ക് വീട്ടിൽ തന്നെയുള്ള അലോവേര ജെല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അതായാലും മതി. രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കി സൂക്ഷിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഏത് അലോവേര ആയാലും സാരമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ്. അപ്പോൾ തൈരും 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 3 സാധനമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് 3 നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മുഖത്ത് വെച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം തേനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കും ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം തേനും കൂടി ഇടുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേന് നമ്മളെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ തേന് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് തേൻ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് എന്നോട് മറന്നു ഏതാണ് കേട്ടോ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മറന്നു ഏതാണ്. അപ്പോൾ കടലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് കൂടി ഇട്ടാൽ മാത്രമേ നമ്മുടെ ഫേസ് പാക്ക് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. നമ്മൾ ആ ഒരു ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കടലപ്പൊടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്തത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടും കട്ട ഉണ്ടാവരുത് കേട്ടോ. മിക്സിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇത് നമ്മൾ സർക്കുലാർ മോഷനിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്യലെന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ഈ ഒരു മസാജിങ്ങിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ മുഖത്ത് കിട്ടും. നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി മസാജ് ചെയ്തിട്ട് വേണം മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താടിൻ്റെ ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. ഇല്ലയെന്നാണെങ്കിൽ നമ്മളെ സ്കിന്ന് തൂങ്ങിപ്പോവും. ഇനിയിപ്പോൾ തൂങ്ങിയ സ്കിന്നുള്ളവർ തന്നെ ഈ തായ് ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് അപ്ലൈ ചെയ്താൽ അവരുടെ സ്കിന്ന് പിന്നെ എന്താ പറയുക ചെറുപ്പം നിലനിർത്താനും സഹായിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പൈപ്പ് വെള്ളത്തിൽ ഇത് കൈക്കളയാവുന്നതേ ഉള്ളൂ. കഴുകുന്ന സമയത്ത് നിങ്ങൾ മസാജ് കൊടുത്തിട്ട് കൈക്കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ രോമ വളർച്ച ഉള്ളവർക്കെല്ലാം രോമ വളർച്ച കുറക്കാനും മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാനെല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലിയും ചെയ്യുക കേട്ടോ. ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല നിറം കിട്ടും. പക്ഷേ ഭയങ്കര നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്യാന്നാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല ഗുണം തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.